വികസന പ്രവർത്തനങ്ങൾ ഈ സപ്ലിമെൻ്ററി കൺസെഷൻ കരാർ പ്രകാരം AVPPL 2028 പൂർത്തിയാക്കേണ്ട പ്രവൃത്തികളാണ്. ഇവ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് കണ്ടെയ്നർ ബർത്തിൻ്റെ നീളം 800 മീറ്ററിൽ നിന്നും 2000 മീറ്ററായി വർദ്ധിക്കും. ആനുപാതികമായി കണ്ടെയ്നർ യാർഡും ഇതര ക്രെയിൻ സംവിധാനങ്ങളും വർദ്ധിക്കും. പുളിമുട്ടിൻ്റെ നീളം ഏകദേശം 1 കിലോമീറ്ററോളം വർദ്ധിപ്പിക്കും. ഇവയ്ക്ക് പുറമെ 2 മൾട്ടിപർപ്പസ് കാർഗോ ബർത്തുകളും 1 ലിക്വിഡ് കാർഗോ ബർത്തും പുളിമുട്ടിൽ നിർമ്മിക്കപ്പെടും. ഈ വികസന പ്രവർത്തനങ്ങളുടെ ചെലവ് പൂർണ്ണമായും AVPPL വഹിക്കുന്നതാണ്. അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങൾ. വിഴിഞ്ഞം തുറമുഖം ഇന്ന് പൂർണ്ണമായും ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബായാണ് പ്രവർത്തിച്ചു വരുന്നത്. നമ്മുടെ കയറ്റിറക്കുമതി മേഖലയ്ക്ക് ശരാശരി ലോജിസ്റ്റിക്, അതായത് ചരക്ക് കൂലി ചെലവ് ഉൽപ്പന്ന വിലയുടെ 15% മുകളിലാണ്. വികസിത രാജ്യങ്ങളിൽ ഇത് 10% താഴെയാണ്. ഈ കാരണമാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ആഗോള വിപണിയിൽ മത്സരിക്കുവാൻ കഴിയാതെ പോകുന്നത്. നമ്മുടെ തുറമുഖങ്ങൾ തിരക്കേറിയ അന്തർദേശീയ കപ്പൽ ചാലിൽ നിന്ന് അകലെ സ്ഥിതി ചെയ്യുന്നതിനാലും നമ്മുടെ മിക്ക തുറമുഖങ്ങളിൽ ആഴക്കുറവ് കാരണവും ആണ് കൂറ്റൻ കണ്ടെയ്നർ കപ്പലുകൾക്ക് ഇവിടെ വരാൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് നിന്നും ചരക്ക് നീക്കം സമീപ രാജ്യങ്ങളിലുള്ള തുറമുഖങ്ങൾ വഴി ട്രാൻസ്ഷിപ്പ് ചെയ്യപ്പെടുകയാണ്. കൊളംബോ, സിംഗപ്പൂർ, ദുബായ്, സലാല തുടങ്ങിയ തുറമുഖങ്ങൾ വഴിയാണ് നമ്മുടെ ചരക്ക് ഗതാഗതത്തിൻ്റെ സിംഹഭാഗവും ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നത്. വിഴിഞ്ഞം തുറമുഖം 1-ാം ഘട്ടം. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ കേരള സംസ്ഥാനം ദീർഘവീക്ഷണത്തോടെ രാജ്യത്തിന് വേണ്ടി തികച്ചും ആധുനികമായ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് വിഭാവനം ചെയ്തത്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം ഒരു മത്സ്യബന്ധന ഗ്രാമം ഏറ്റവും തിരക്കേറിയ അന്തർദേശീയ കപ്പൽ ചാലിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്നതാണ്. തീരത്തോട് ചേർന്ന് തന്നെ കടലിന് 20 മീറ്ററിലേറെ സ്വാഭാവിക ആഴവും ഉള്ളതിനാൽ ഏറ്റവും മികച്ച ഭാരതത്തിൻ്റെ ആദ്യ കണ്ടെയ്നർ ടെർമിനലിൻ്റെ ഹബ്ബ് സ്ഥാപിക്കുവാൻ അനുയോജ്യമാണെന്ന് കണ്ടെത്തുകയും നമ്മുടെ സംസ്ഥാനം ഈ പദ്ധതിയുടെ 1-ാം ഘട്ടം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി കഴിഞ്ഞു. പരിമിതമായ സാമ്പത്തിക സാഹചര്യങ്ങളിലും മികച്ച ആസൂത്രണ മികവോടെയാണ് കേരളം ഈ പദ്ധതി തയ്യാറാക്കിയത്. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് PPP മാതൃകയിൽ നടപ്പിലാക്കുവാൻ 2008-09 തീരുമാനിക്കുകയും പദ്ധതി സാമ്പത്തികമായി ആകർഷകമാക്കാൻ ഫണ്ടഡ് വർക്ക്സ്, VGF തുടങ്ങിയ നൂതന ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച് ടെൻഡർ ക്ഷണിക്കുകയും 2015 അദാനി ഗ്രൂപ്പിനെ പങ്കാളിയായി തിരഞ്ഞെടുത്ത് കൺസെഷൻ കരാറിൽ ഒപ്പുവെച്ചു. എന്നിരുന്നാലും സാങ്കേതിക പ്രശ്നങ്ങൾ, പ്രകൃതിക്ഷോഭം, ചില പ്രാദേശിക എതിർപ്പുകൾ പദ്ധതിയുടെ പുരോഗതിയെ സാരമായി ബാധിച്ചപ്പോൾ 2016 മുതൽ 2021 വരെ കാലയളവിൽ കേരളം സംയോജിതമായി ഇടപെടൽ നടത്തി തടസ്സങ്ങളെല്ലാം നീക്കി പദ്ധതിയുടെ 1-ാം ഘട്ടം 2024 ഡിസംബറിൽ യാഥാർത്ഥ്യമാക്കി. കൺസെഷൻ കരാർ പ്രകാരം 1-ാം ഘട്ടത്തിൽ 800 മീറ്റർ കണ്ടെയ്നർ ബർത്ത്, കണ്ടെയ്നർ യാർഡും ആധുനിക ക്രെയിൻ സംവിധാനങ്ങളും 3 കിലോമീറ്ററോളം നീളം വരുന്ന പുലിമുട്ടും കൺസെഷനറായ AVPPL സജ്ജമാക്കിയിട്ടുണ്ട്. ഇതിൽ പുലിമുട്ടിൻ്റെ നിർമ്മാണ ചെലവ് പൂർണ്ണമായും കേരള സർക്കാരാണ് വഹിച്ചത്. പദ്ധതിയുടെ 1-ാം ഘട്ടം പൂർത്തിയായപ്പോൾ പദ്ധതി ചെലവിൻ്റെ സിംഹഭാഗവും സംസ്ഥാന സർക്കാരാണ് വഹിച്ചത്.
വിഴിഞ്ഞം തുറമുഖം 2, 3, 4 ഘട്ടങ്ങൾ. 2024 കേരള സർക്കാർ പദ്ധതിയുടെ കൺസെഷനറായ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡുമായി ഒപ്പുവെച്ച സപ്ലിമെൻ്ററി കൺസെഷൻ കരാർ പ്രകാരം ഭാവിയിൽ 2045 പൂർത്തിയാക്കേണ്ട പദ്ധതിയുടെ 2, 3, 4 ഘട്ടങ്ങൾ 2028 ഡിസംബറിൽ തന്നെ പൂർത്തിയാക്കണമെന്ന് പുതിയ വ്യവസ്ഥ കൊണ്ടുവന്നു. ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടനം നിർവഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഈ സപ്ലിമെൻ്ററി കൺസെഷൻ കരാർ പ്രകാരം AVPPL 2028 പൂർത്തിയാക്കേണ്ട പ്രവൃത്തികളാണ്. ഇവ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് കണ്ടെയ്നർ ബർത്തിൻ്റെ നീളം 800 മീറ്ററിൽ നിന്നും 2000 മീറ്ററായി വർദ്ധിക്കും. ആനുപാതികമായി കണ്ടെയ്നർ യാർഡും ഇതര ക്രെയിൻ സംവിധാനങ്ങളും വർദ്ധിക്കും. പുളിമുട്ടിൻ്റെ നീളം ഏകദേശം 1 കിലോമീറ്ററോളം വർദ്ധിപ്പിക്കും. ഇവയ്ക്ക് പുറമെ 2 മൾട്ടിപർപ്പസ് കാർഗോ ബർത്തുകളും 1 ലിക്വിഡ് കാർഗോ ബർത്തും പുളിമുട്ടിൽ നിർമ്മിക്കപ്പെടും. ഈ വികസന പ്രവർത്തനങ്ങളുടെ ചെലവ് പൂർണ്ണമായും AVPPL വഹിക്കുന്നതാണ്. അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങൾ. വിഴിഞ്ഞം തുറമുഖം ഇന്ന് പൂർണ്ണമായും ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബായാണ് പ്രവർത്തിച്ചു വരുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് നേട്ടമുണ്ടാക്കുവാൻ കേരള സർക്കാർ ഗേറ്റ്വേ, അതായത് എക്സിം കാർഗോ നീക്കത്തിനായി ഏറെ നടപടികൾ കൈക്കൊണ്ടുവരുന്നു. തുറമുഖത്തെ ഇന്ത്യൻ റെയിൽവേ നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കുവാൻ 10.70 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു റെയിൽപാത കേരള സർക്കാർ 1482 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുവാൻ നടപടി എടുത്തു വരുന്നു. ഇതിൽ 9 കിലോമീറ്റർ ദൂരം തുരങ്കപാതയാണ്. തുറമുഖത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് റെയിൽ കണക്ടിവിറ്റിയും യാഥാർത്ഥ്യമാകുന്നതാണ്. NH-66 തുറമുഖത്തെ ബന്ധിപ്പിക്കുന്നതിന് 1.70 കിലോമീറ്റർ റോഡിന് സർക്കാർ ഭൂമി ഏറ്റെടുത്ത് നൽകിയിട്ടുണ്ട്. AVPPL റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഫെബ്രുവരി ആദ്യ വാരത്തോടെ റോഡ് മാർഗേന ഉള്ള എക്സിം ചരക്ക് നീക്കം ആരംഭിക്കാൻ സാധിക്കുന്നതാണ്. തുറമുഖ അധിഷ്ഠിത ലോജിസ്റ്റിക്സ് വ്യവസായ വികസനം. തെക്കൻ കേരളത്തിൽ ഏറ്റവും ഏറെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാൻ സാധ്യതയുള്ള തുറമുഖ അധിഷ്ഠിത ലോജിസ്റ്റിക്സ് വ്യാവസായിക വികസനത്തിനുള്ള നടപടികളും അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. നിരവധി ലോജിസ്റ്റിക്സ് കമ്പനികളുമായി ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. ഷിപ്പിംഗ് ഹാർബർ നിർമ്മാണത്തിനായുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഇതിനകം 114.3 കോടി രൂപ ജീവനോപാധി നഷ്ടപരിഹാരം എന്ന നിലയിലും സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായും ചെലവഴിച്ചിട്ടുണ്ട്. നന്ദി.